ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളും ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടോ? ചിലർക്ക് ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല, മോട്ടിവേഷൻ കിട്ടുന്നില്ലെന്ന് ചിലർ പറയുന്നു. അപ്പം എൻ്റെ സബ്സ്ക്രൈബർ ജൂലിയ പറഞ്ഞതുപോലെ ഈ ബോംബെയിലുള്ള ഞാൻ ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്, അത് ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. എന്തോ ആത്മാർത്ഥതയോടല്ല വീഡിയോ എടുക്കുന്നത്. എനിക്കിപ്പം ഇതിപ്പോൾ യൂട്യൂബ് എൻ്റെ ഒരു ജോബായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ജോലിയിൽ ആത്മാർത്ഥത എന്നും നിലനിർത്തും. അപ്പം നമ്മളതിന് മറുപടി പറയാൻ വന്നതല്ല, പക്ഷേ ആത്മാർത്ഥത എന്നുള്ള ഒരു ഇത് പറഞ്ഞോണ്ടേ നമുക്ക് ആവശ്യമുണ്ടെന്നുള്ള രീതിയിലല്ലേ നമ്മൾ വീഡിയോ ഇടുന്നത്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇടും. ചിലരാണെങ്കിലും വീഡിയോ നോക്കിയിരിക്കുന്ന ചുരുക്കം കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വയ്യെങ്കിലും ഞാൻ അവരെ ഓർത്ത് വീഡിയോ ഇടും. കാരണം അവർക്ക് അതൊക്കെ കാണുന്നത് ഒരു ഇഷ്ടമായിട്ട് തോന്നുന്നവരുണ്ട്. അതൊക്കെ എനിക്ക് വളരെ സന്തോഷമാണ്. ഒത്തിരിയും പേര് നമ്മളെ അങ്ങ് പൊക്കിയില്ലെങ്കിലും കുറച്ച് പേരൊക്കെ ഇഷ്ടപ്പെടുന്ന ചേച്ചിയുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ പിന്നെന്തുവാ, ഇന്നലെ നമ്മൾ മാങ്ങയൊക്കെ വാങ്ങിക്കാൻ പോയി. മാങ്ങയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്നത്തെ എൻ്റെ ജോലി എന്ന് പറയാം, അന്നത്തെ വീട്ടു ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ ഇതിലിരുന്നത്. അപ്പം ഞാനൊന്നും ചെയ്യാതെ വെറുതെ ആളുകളെ കളിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നതൊന്നുമല്ല. എനിക്ക് ഒരു ഹെൽപ്പിന് പോലും ആളില്ല, ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പം അത് മോട്ടിവേഷനാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ചിലർക്കൊക്കെ ചില ജോലി ചെയ്ത് വരുന്ന കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പോൾ അവർക്കൊരതിശയമാണ്. ചിലർക്ക് ജോലി സ്പീഡോടുകൂടി ചെയ്യാൻ പറ്റും. ചിലരുടെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പം നമ്മൾ രാവിലെ എണീറ്റ് ചായ ഉണ്ടാക്കുക. അപ്പോൾ അതായത് ഇപ്പം ഈ അമ്മയുടെയൊക്കെ കൂടെ നിന്നിട്ട് ഇച്ചിരി കുറേ നാളായി മാറി അങ്ങോട്ട് നിൽക്കുമ്പം അമ്മമാരല്ലേ രാവിലെ എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. അതൊക്കെ അറിയാൻ വയ്യാത്തവരാകുമ്പോൾ അവർ ചായ ഇട്ടിട്ട് ഉടനെ ആ ചായ തിളയ്ക്കുന്നിടം വരെ വേണേൽ അത് നോക്കി നിൽക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി വെക്കും. നമ്മളാണെങ്കിൽ ഇപ്പോൾ സ്പീഡായി നമുക്ക് ചായ അടപ്പത്ത് വെക്കും. ദോശയാണെങ്കിൽ ദോശ ഒരിടത്ത്, കറിയാണെങ്കിൽ കറി ഒരിടത്ത്. എത്ര സ്റ്റൗ ഉണ്ടെങ്കിലും നമുക്ക് തികയത്തില്ല. ആദ്യമൊക്കെ 2 സ്റ്റൗ ആയിരുന്നു. പിന്നെ ചിന്തിക്കുമായിരുന്നു 3 സ്റ്റൗ ഉണ്ടെങ്കിൽ കൊള്ളാൻ. ഇപ്പം എനിക്കാണെങ്കിൽ 4 സ്റ്റൗ ഉണ്ട്. അതുണ്ടായിട്ടും നമുക്ക് തികയുന്നില്ല. ഓരോന്നിലും നമ്മൾ പെട്ടെന്ന് ചെയ്ത് പെട്ടെന്നങ്ങ് ചെയ്യും. അങ്ങനെ അറിയാൻ വയ്യാത്തവരുണ്ട്. അപ്പം ഞാൻ എൻ്റെ ജോലികളെല്ലാം അന്ന് വീട്ടിൽ ജോലികളെല്ലാം ചെയ്തിട്ട് പിന്നെ ആ മാങ്ങയുടെ പുറകെ ഇരുന്ന് അന്ന് രാത്രി 12 മണി വരെ ആയി എൻ്റെ ജോലികൾ തീർന്നുണ്ടേ. കാരണം 5-6 കിലോ മാങ്ങ സ്കിൻ കളഞ്ഞ് അത് പൂളി, ആ പൂളിയൊക്കെ എടുക്കുന്നതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാങ്ങാണ്ടിക്കകത്തൊന്നൊക്കെ പൂളി എടുക്കുക. അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഒത്തിരി നോവും. എന്നിട്ട് അതൊക്കെ അരിഞ്ഞെടുക്കുക. അതൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാം സെറ്റാക്കി വരുമ്പോൾ ഒരു സമയമാവും. നമുക്കിതാരെയും ബോധിപ്പിക്കണ്ട. പോട്ടെ, അത് മൈൻഡ് ചെയ്യേണ്ടതെന്നല്ല പറയുന്നത്. അതൊന്ന് ചിന്തിച്ചിട്ട് പറയണം. പിന്നെന്തുകൊണ്ട് ഇന്ന് നമ്മൾ പിന്നെ ഇന്നത്തെയും എല്ലാമൊക്കെ ചെയ്തിട്ട് ഇന്നലെ നമ്മൾ മാങ്ങയൊക്കെ അരിഞ്ഞ് വെച്ച് എല്ലാം റെഡിയാക്കി. ഇന്ന് പിന്നെ മാങ്ങയൊക്കെ അച്ചാറിടണം. പിന്നെന്താ, എൻ്റെ കൂടെ സപ്പോർട്ട് നിൽക്കുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ജൂലിയ. പിന്നെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും ഉണ്ട്. പക്ഷേ അവൾ ഉള്ളതുപോലെ വന്ന് പറയും. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് ചുമയാന്ന് ഇവിടെ ഒച്ചേ. സ്കൂൾ തുറക്കാറായണ്ടേ. ഇവർക്ക് സ്കൂൾ ഇതുവരെ തുറന്നില്ല. കാരണം ഇവരുടെ ഇത്തിരി ലേറ്റായിട്ടാണ് അടച്ചത്. എല്ലാവരുടെയും സ്കൂള് അടച്ചു കഴിഞ്ഞിട്ടാണ് ഇവരുടെ അടച്ചത്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും തുറന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇവരുടെ തുറക്കത്തുള്ളൂ. എൻ്റെ ബ്രദറിൻ്റെ മക്കൾ നാളെ തൊട്ട് പോവാം. ഇരട്ട വഴക്കാളികൾ. ഭയങ്കര വഴക്കാളിത്തരം എന്ന് പറഞ്ഞാൽ എന്താ, മൂത്താൾ ഭയങ്കര സംസാരമാണ്, ഇളയത് അത്രയില്ല. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. അപ്പം ഈ അച്ചാറിൻ്റെ
വീഡിയോ ഞാൻ ഷോർട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഇച്ചിരി ഇത് ഞാൻ പറഞ്ഞില്ല ഇച്ചിരി കട്ടിങ്ങും അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഞാൻ പെൻഡിങ് വെച്ചേക്കുന്നു. അപ്പോൾ ഇത് 2-3 ദിവസത്തിന് മുമ്പിട്ട് എടുത്ത വീഡിയോ ഇത്. അത് ഇപ്പം ഞാൻ ഇടാനെടുത്തത്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പൂരിയായിരുന്നു, അതിൻ്റെ ഷോട്ട് ഞാൻ ഇട്ടതായിരുന്നു. അപ്പോൾ പൂരിക്ക് ഞാനെല്ലാം കുഴച്ച് വെച്ചിട്ട് പിന്നെ ചായ അടപ്പത്ത് വെച്ച്, പിന്നെ പിള്ളേർക്ക് രണ്ടിനും കുടിക്കാനായിട്ട് അതും ഉണ്ടാക്കി അപ്പുറത്തോട്ട് മാറ്റി വെച്ച്, പൂരിയെല്ലാം ഞാൻ ഇങ്ങനെ പരത്തിയിട്ടിങ്ങനെ ഈ അടപ്പിൻ്റെ മുകളിലോട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് എണ്ണ ചൂടാക്കാൻ അവിടെ വെച്ച് പിന്നീട് ഞാനും ഡാഡിക്ക് ചായ കൊടുത്ത് ഞാനും ഒരു കപ്പ് ചായ എടുത്തിട്ട് അവിടെ വെച്ച് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചൂടോടെ വേണ്ട, എനിക്ക് ഇച്ചിരി തണുത്തിട്ട് വേണം. ഞാനിങ്ങനെ ചൂടോടെ ഒഴിച്ചാലും ഉടനെ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഡാഡിക്കും ഒഴിച്ചാലും നല്ല ചൂടോടെ വേണം. ഡാഡി ഭയങ്കര അടപ്പത്തൂന്ന് എടുത്ത് കൊടുക്കുന്നത് ഡാഡി കുടിക്കും അങ്ങനെ. പക്ഷേ എനിക്ക് പറ്റത്തില്ല, എനിക്ക് നന്നായി തണുത്തിട്ടേ ഒക്കത്തുള്ളൂ. ഈ പ്രൈസൻ ഇവിടെ ചേറ ഇരിപ്പുണ്ട്. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പം അതൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അതൊക്കെ ഈ വീഡിയോയിൽ വരും. നമുക്ക് നോർമലി മനസ്സിലാവത്തില്ല, പക്ഷേ നമ്മൾ വീഡിയോ കേൾക്കുമ്പം സൗണ്ടായിരിക്കും. അപ്പം ഞാനിങ്ങനെ പൂരിക്ക് വെള്ളക്കടലക്കറി ഉണ്ടല്ലേ, വെള്ളക്കടല, അതാ ഇവിടെ ഈ പിള്ളേർക്ക് ഞാൻ പറഞ്ഞില്ല വെള്ളക്കടല. പിന്നെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇത്തിരി മഞ്ഞ കളറിൽ മല്ലിയിലയൊക്കെ ഇട്ട് ഇത്തിരി ഡ്രൈ ആയിട്ട് എടുക്കുമല്ലേ, അതും ഭയങ്കര ഇഷ്ടം ഇവർക്ക്. ഇന്ന് ഞാൻ ഈ കടലക്കറി ആവട്ടെ നീന്തിച്ച്, അതൊക്കെ ഇവർക്ക് ഇഷ്ടമാണ്. അത് പ്രൈസന് ഇത്തിരി വയ്യാതിരിക്കുന്ന സമയമായിരുന്നു. പ്രൈസന് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഈ കടല. അവന് ബ്രൗൺ കളർ കടലയാണെങ്കിലും ദോശയുടെ കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവൻ അതായിരുന്നു എടുത്ത് തിന്നുന്നത്. ഇന്ന് ഈ പൂരി ഇതുമായിട്ട് ആ കൊച്ചന് വേണ്ടാന്നും പറഞ്ഞ് കുറേ നേരം ഇരുന്നു. പിന്നെ ലാസ്റ്റിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് താന്നും പറഞ്ഞ് കഴിച്ച്. കാരണം എന്തോ അവന് 2-3 ദിവസം ഒരു വല്ലാത്ത ഇതായിരുന്നു. മായ ചോദിക്കുകയും ചെയ്തു കുഞ്ഞിന് എങ്ങനെ ഉണ്ടെന്ന്. അന്നേരം ഇപ്പം കുഴപ്പമില്ല. പക്ഷേ അവന് രാത്രി അവൻ കിടക്കാൻ നേരം അവന് ഇല്ലാത്തത് മീൻസ് ചുമ, കിടക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ അവൻ പറയും. എന്നിട്ടും അവൻ പറയും വൈകുന്നേരം ആകുമ്പം ഞാൻ താഴെ പോട്ടെ. താഴെ പോയി ഓട്ടവും ചാട്ടവും ഇല്ലേ, നിങ്ങൾ വയ്യാന്നൊന്നും മനസ്സിലാക്കത്തില്ലല്ലേ. നമുക്ക് അവരുടെ അസ്വസ്ഥത കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്, പക്ഷെ അവർക്ക് അതൊന്നും മനസ്സിലാവത്തില്ല. അവർ ചാടാനും അറിയാനും ഒക്കെ അങ്ങ് പോകും. അങ്ങനെയെല്ലാം ഞാൻ ഉണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കിയത് ചൂടോടെ ഞാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഓരോരുത്തർക്ക്. അപ്പം ചൂടോടാകുമ്പോൾ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞാൽ ചിലപ്പോൾ അതങ്ങ് ചുക്കും. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞിക്ക് വെള്ളം വെച്ചു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. അപ്പം ഈ മാറ്റം ഉണ്ടല്ലേ, വെള്ളം അബ്സോർവ് ചെയ്യുന്ന മാറ്റം. അപ്പം നമുക്ക് പാത്രം കഴുകി അങ്ങനെ വെച്ചാൽ ആ മാറ്റ് നനഞ്ഞ് കിടന്നാലും ആ നമ്മുടെ ടേബിളുണ്ടല്ലേ അത് നനയത്തില്ല. ഞാനിപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ കഴുകി ഒത്തിരി വെള്ളത്തോടല്ലേ വെക്കുന്നത്. അപ്പം കുറച്ച് കഴിഞ്ഞ് ഞാൻ എടുത്ത് അവിടെ ആ വെള്ളം വാലാൻ വെക്കും. എന്നിട്ട് വെളിയിൽ കൊണ്ടിടും. ചിലപ്പോൾ ഓർക്കുമ്പോൾ എടുത്തിടും, അല്ലെങ്കിൽ ഇടത്തില്ല. നമ്മളിപ്പോൾ അവരവരുടെ വീട്ടിലെ ജോലികൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നൊന്നും ആരും പറയാനൊക്കത്തില്ലേ. നമ്മുടെ ജോലികൾ നമ്മുടെ വേറെ ആർക്കോ വേണ്ടി ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? നമ്മൾ തന്നെ നമ്മുടെ ജോലികൾ ചെയ്യണം. സന്തോഷത്തോടുകൂടി ചെയ്യുക. എത്രയോ പേര് ജോലി ചെയ്യാൻ പറ്റാതെ ദൈവമേ ആരോഗ്യം ബലമൊക്കെ തരുന്നതിനായിട്ട് നന്ദി ദൈവത്തിന് പറയാം. ആ തരുന്ന ഉള്ള ആരോഗ്യം നമ്മളത് നമ്മുടെ വീട്ടിൽ കഴിവതും ഞാനാണെങ്കിൽ തൂത്ത് തുടങ്ങിയാൽ ഞാൻ ആ വീണ് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഈ ടേൽ ബോണിൻ്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഞാൻ തൂത്ത് തുടയ്ക്കാൻ ആളിനെ വെക്കുന്നത്. അതിനു മുമ്പിട്ട് തൂത്ത് തുടപ്പൂരെ മോപ്പ് വെച്ച് ഞാനായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയതിന് ശേഷം പിന്നെ ഞാൻ ഒരു ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ച്, അതിവിടെ ഞാൻ പറഞ്ഞില്ലേ പ്രൈസൻ ഒഴിച്ച് കൊച്ചിനൊക്കെ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് പിന്നെ വേവിച്ചിട്ട് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിപ്പം അത് ഇവിടെ ഇപ്പം റെഡിയായി. അപ്പോൾ ഇന്ന് തോരൻ വെക്കുന്നത് ചെറുപയർ തോരന. ചെറുപയർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ മാസത്തെ വാങ്ങിച്ചിട്ട് ചെറുപയർ അങ്ങനെ എടുത്തില്ല. ഇങ്ങനെ പച്ചക്കറിയായിരുന്നു എടുക്കുന്നത്. വെജിറ്റബിൾ ഇല്ലാത്ത സമയത്താണ് നമ്മളിങ്ങനെ ചെറുപയറാക്കി എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് അങ്ങനെ ചെറുപയർ എടുത്തില്ല. അപ്പോൾ ഇന്നത് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞ ദിവസം വെജിറ്റബിളിന് പോയിട്ട് റേച്ചാൽ ഒന്നുമില്ലായിരുന്നു. ഇനി ലേറ്റായിട്ട് പോയോണ്ടാന്നോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഒന്നുമില്ലായിരുന്നു. അപ്പം റേച്ചാൽ പറഞ്ഞ് ബീൻസ് ഇല്ലായിരുന്നു, പയറില്ലായിരുന്നു. പയറെന്ന് പറയുന്നത് ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു മുറ്റ ടൈപ്പായിരുന്നു, അതുകൊണ്ട് അങ്ങനെയുള്ളതാണെന്നും പറഞ്ഞത് വാങ്ങിച്ചില്ല. ഞാൻ പറയും അതും നല്ലതല്ലായിരുന്നു, പൊളിക്കാനും അരിയാനും ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റാണ്, കുഴപ്പമില്ലായിരുന്നു, കൊണ്ടുവരാൻ വയ്യായിരുന്നു. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും അതുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്ന എന്തോ ചേനയും മത്തങ്ങയും കോവയ്ക്കയും വെണ്ടയ്ക്കയും കാബേജും
അപ്പോൾ അത്രയായ ഇപ്പോൾ കാബേജ് ഒരു ദിവസം എടുക്കും. കാബേജ് കൊണ്ടുവന്നാൽ നമുക്ക് ഇത്തിരി വലിയ കാബേജ് ആണെങ്കിൽ അത് ഒരു പ്രാവശ്യം നമ്മൾ വെക്കുവാണെങ്കിൽ നമുക്ക് ഒരു 2-3 ദിവസം കാണും. അപ്പോൾ അങ്ങനെ ഈ ചേനയും മത്തങ്ങയൊക്കെ കറി വയ്ക്കാനല്ലോ ഒക്കത്തുള്ളൂ. അപ്പോൾ ഈ ചേന എന്നും അരക്കില്ല. ഇവിടെ ചേന എനിക്കിഷ്ടമാണ്, ചേന തോരനും മെഴുക്കുവരട്ടിയൊക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് പേര് കൂട്ടും, കുറച്ച് പേര് കൂട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് സാമ്പാറിലോ അവിയലോ ഒക്കെ ഇടത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ കൊണ്ടുവരുന്ന ചേന 1 കിലോ 60 രൂപയാണ്. ഞാൻ പറഞ്ഞു ഇനിയും അങ്ങനെ കൊണ്ടുവരണ്ട, ചേന നിങ്ങളാരും കഴിക്കുന്നുമില്ല, പിന്നെ എന്തിനാ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്, സാമ്പാറിലെങ്ങാണ്ട് ഇടണമെങ്കിൽ ഈ മിക്സ് ഭാജിയായിട്ട് നമുക്ക് വാങ്ങിക്കുമ്പോൾ അന്നേരം അതിൻ്റെ അകത്തങ്ങ് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇന്നാളെ ആരോ ചോദിച്ചായിരുന്നു ഈ മിക്സ് ഭാജി എന്തോ. അത് മിക്സ് ഭാജി എന്ന് പറഞ്ഞാൽ, മിക്സ് വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഒരു സാമ്പാറിനുള്ളത് അത് 1 കിലോ ആണെങ്കിൽ ഇത്ര രൂപ, അതിൽ കൂടുതലാണെങ്കിൽ ഇത്ര രൂപ എന്നാണ്. നമുക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് എടുക്കാം. അപ്പോൾ രാവിലെ എമർജൻസിക്ക് സെപ്റ്റോയിൽ നിന്ന് സാധനം വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ റേച്ചാൻ ഓർഡർ ചെയ്തോണ്ടേ ഈ ജ്യൂസ് ഉണ്ടല്ലോ, പാക്കറ്റിലെ ജ്യൂസ് അത് വാങ്ങിച്ച്. അപ്പം തണുത്തതല്ല, നോർമൽ. അപ്പോൾ അത് പ്രൈസ് മോന് കൊടുക്കുക. അവിടെ അവന് നെബുലൈസേഷനൊക്കെ ഇന്നലെ രാത്രി കൊടുത്തായിരുന്നു. അവൻ രാത്രി പറഞ്ഞാൽ കിടക്കാൻ വയ്യ, ശ്വാസം എടുക്കാൻ വയ്യെന്നൊക്കെ. അപ്പോൾ അതൊക്കെ മേശപ്പുറത്ത് അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവന് പപ്പ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് വെച്ച് പിന്നെ ബാക്കി രാവിലെ ചെയ്തു. അപ്പോൾ ഇന്നലെ എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ മണി 12 ആയില്ലേ. പിന്നെ കുറച്ച് നേരം ഇരുന്ന് അതൊക്കെ ചെയ്തു. അപ്പം മാങ്ങയെല്ലാം ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം വഴറ്റി, കറിവേപ്പില എല്ലാം വഴറ്റിയതിന് ശേഷം മസാലയൊക്കെ ഇട്ട്, അപ്പോൾ മാങ്ങയൊക്കെ ഇപ്പം ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ സാവകാശം എൻ്റെ ഈ അച്ചാർ പരിപാടിയിലേക്ക്. ഈ മാങ്ങ അച്ചാർ ഇടാൻ നമുക്ക് താമസമേ ഇല്ല, പക്ഷേ അത് അരിഞ്ഞെടുക്കേണ്ടിയൊക്കെ താമസമേ ഉള്ളൂ. അല്ലാതെ ഇടാൻ നമുക്ക് പെട്ടെന്ന് അച്ചാറൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഉടനെ അടുത്ത ട്രിപ്പ് നമ്മൾ ഇടുന്നത് വീണ്ടും ബീഫ് അച്ചാറും ഇടുന്നുണ്ട്, ചിക്കൻ അച്ചാറും ഇടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയുവാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് നമുക്ക് ഇടാമല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഇട്ട് വെക്കാറില്ല. അപ്പോൾ അച്ചാറൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ പിറ്റേ ദിവസം നമുക്കിതെല്ലാം, ഞാൻ പറഞ്ഞില്ല ഞാനിത് ഓൾറെഡി സ്റ്റാറ്റസിൽ ഇട്ടയാ, പിന്നെ വീഡിയോ ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതെല്ലാം പിന്നെ രാവിലെ ഇന്ന് നമ്മളൊന്നും ഡബ്ബയിലാക്കത്തില്ല. അതൊന്ന് മൊത്തം ഇരുന്നൊന്ന് നന്നായി മസാലയൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം പിറ്റേന്ന് രാവിലത്തെ പരിപാടി എൻ്റെ ഇതൊക്കെയായിരുന്നു, ഡബ്ബയിലെല്ലാം ആക്കണം. അപ്പം ഞായറാഴ്ച ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഞങ്ങൾ മലയാളിക്കടയിൽ കയറിയായിരുന്നു. അപ്പോൾ അവിടെ കപ്പ ഉണ്ടായിരുന്നു. ചോദിച്ചാൽ പറഞ്ഞ് കപ്പ വേണേൽ വാങ്ങിക്കാൻ പറയണം. ഞാൻ വാങ്ങിച്ച് മനഃപൂർവ്വം വാങ്ങിക്കാഞ്ഞാന്ന്. അപ്പോൾ അവിടെ ഏത്തക്ക പഴുത്തതൊന്നും ഇല്ലായിരുന്നു, ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ 2-3 കിലോ പഴം ഈ ഏത്തക്ക വാങ്ങിച്ച്. ഇപ്പോൾ ചൂടായതുകൊണ്ട് നമ്മളിവിടെ കൊണ്ടുവന്ന് 2 ദിവസം വെച്ചപ്പോഴത്തേക്കിനത് അങ്ങ് നന്നായി പഴുത്ത്. പിന്നെ ഇത് വെട്ടുകേക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്, അത് 2 പാക്കറ്റ് വാങ്ങിച്ച്. പിന്നെ ഞാൻ നോക്കിയോണ്ട് അവിടെ ഈ ഏലക്ക ഉണ്ടല്ലേ, ഏലക്ക ഒരു 10-15 ഇല്ലെന്ന് തോന്നുന്നു, 30 രൂപ. പക്ഷേ ഏലക്ക അതിൻ്റെ അകത്ത് നല്ല അരിയുള്ള ഏലക്കയാന്ന് തോന്നുന്നു കണ്ടിട്ട്, അതും വാങ്ങിച്ചു. പിന്നെ വെളിച്ചെണ്ണ വാങ്ങിച്ചായിരുന്നു, അത് ഞാൻ ഇന്ന് കാണിച്ചില്ല. കുപ്പിയിലെ വെളിച്ചെണ്ണ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വേറെ എന്തെങ്കിലും അച്ചപ്പം കൂടെ വാങ്ങി, അത് ഓൾറെഡി ഇവർ വൈകിട്ട് ചായയുടെ കൂടെ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. പിന്നെ പച്ച ഏത്തക്കയും വാങ്ങിച്ച് 1 കിലോ, എന്തെങ്കിലും ഇവിടെ തോരണോ അങ്ങനെ വല്ലതും വെക്കാനേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ. എന്നിട്ട് ആ ബെല്ലൈക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓളം എന്നൊരു ഓപ്ഷൻ വരും, അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു. Goodbye.